നിന്നുള്ള കറണ്ട് എനർജി ഭയങ്കര എന്താ പറയുക, നമ്മൾ ഒത്തിരി വിശ്വസിച്ച് നിൽക്കുന്ന ആരോ നമ്മൾ ഒത്തിരി വേദനിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വിശ്വാസത്തോട് ചെയ്യാൻ നിന്ന കാര്യം അതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി വേദനയുണ്ടാവും. ഇന്നത്തെ എനർജി ഇതാണ്. എന്തെങ്കിലും എവിടെന്നെങ്കിലും നമുക്ക് ഇച്ചിരി ഒരു വിഷമം കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതാണ് ഇന്നത്തെ ഒരു എനർജി. അതോട് സൂക്ഷിക്കുക, ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആൻഡ് ബ്ലോക്കേജ് ആയിട്ട് വന്നത് ദ ഫൂൾ കാർഡാണ്. ദ ഫൂൾ കാർഡ് എന്ന് വെച്ചാൽ അത് ഭയങ്കര യൂത്ത്ഫുള്ളായിട്ട് ഭയങ്കര അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ, അഡ്വെഞ്ചർ, ഭയങ്കര യങ് യൂത്ത് എനർജിയുള്ള ഒരു കാർഡാണ്. അപ്പം ആ കാർഡ് ബ്ലോക്കേജ് ആയിട്ട് വരിക എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു വേദനയിലൂടെയാണ് പോകുന്നത്. വേദനയുടെ കൂടെ പോകുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു എനർജി ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ഡള്ളായിരിക്കും. നമ്മൾ യൂത്ത്ഫുള്ളോ ഒന്നും നമ്മൾ ആ ഒരു പ്രസൻറ്റ് എനർജി ഭയങ്കര വീക്കായിരിക്കും. നമുക്ക് യാതൊരു അഡ്വെഞ്ചറും ഉണ്ടാവില്ല. മുന്നോട്ടേക്ക് ദൈവത്തിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള മനസ്സുണ്ടാവില്ല. മൊത്തം നമ്മൾ വളരെ ഡെസ്പാണ്. അതാണ് ഇന്നത്തെ ബ്ലോക്കേജ് ആയിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി ഈ കാർഡ് വരുമ്പം എന്തായാലും അതിൻ്റെ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ ഒരു ഫുൾ എനർജി ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. അഡ്വെഞ്ചർ ആയിരിക്കില്ല, നമ്മൾ പോസിറ്റീവ് ആയിരിക്കില്ല, നമുക്ക് മുന്നിലേക്ക് നടക്കാനുള്ള വിശ്വാസവും ഉണ്ടാവത്തില്ല. അതാണ് ഇന്നത്തെ കാർഡ് കാണുന്നത്. ആൻഡ് ഫൈനൽ റിസൾട്ട്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താ വെച്ചത്, കിങ് ഓഫ് സോർഡ്. എന്തോ ആവട്ടെ, നിങ്ങൾ പ്രസൻസ് നമ്മൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവാം, കുറേ വിഷമത്തോടെ ഇരിക്കുന്നുണ്ടാവും, നമ്മളുടെ യൂത്ത്ഫുൾനെസ്സോ നമ്മളെ പോസിറ്റീവ് എനർജിയോ നമുക്ക് ദൈവത്തിനോട് വിശ്വാസമോ ഒന്നും ഇല്ലാണ്ടിരിക്കാം. എന്നാലും ദ ഫൈനൽ റിസൾട്ട് ഇസ് ദ കിങ് ഓഫ് സോർഡ്. ഫൈനൽ റിസൾട്ട് ഇസ് ദ കിങ് ഓഫ് സോർഡ്. കിങ് ഓഫ് സോർഡ് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിയുള്ള ഒരാൾ. കിങ് അല്ലേ, കിങ് ഓഫ് സോർഡ്, വളരെ ബുദ്ധിയുള്ള ഒരാൾ. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ എത്തുന്ന സ്റ്റേജ് ഇതാണ്, കിങ് ഓഫ് സോർഡ്. നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മൾ വേദന സഹിച്ച് നമ്മളത് ഓവർകം ചെയ്ത് വന്നാൽ പിന്നെ നമ്മൾ രാജാവായി. പിന്നെ ആ വേദനക്ക് നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വേദനക്കെന്നല്ല ഒരാൾക്കും പിന്നെ നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റൂല. ദെൻ നമ്മളെ കിങ്ങായി നമ്മൾ പിന്നെ ഇമോഷണൽ വൈസോ എന്ത് വൈസോ ഒരാൾക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ പിന്നെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഭയങ്കര ഷാർപ്പായിരിക്കും. ബിക്കോസ് യു ആർ ദ സോഡാന്ന് ഇവിടെ വന്നിട്ടില്ല, കിങ് ഓഫ് സോഡാന്ന് വരില്ലേ. ബുദ്ധിപരമായിട്ട് ഭയങ്കര ഷാർപ്പായിരിക്കും. നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഉപദേശം വരെ കൊടുക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഈ സ്റ്റേജിലെത്തി. വ്യത്യാസം കണ്ടോ? ഇത്രയും ഹേർട്ട്ഫുൾ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഈ സോഡിൻ്റെ കിങ്ങിലെത്തി. അപ്പം നിങ്ങൾ അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആവും. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സാരില്ല, അത് കടന്നു പോട്ടെ. അത് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ രാജാവാവും. പിന്നെ നിങ്ങൾക്ക് ആൾക്കാർ വന്നിട്ട് അഡ്വൈസ് ചോദിക്കും. സോ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ റീഡിങ്ങിലൂടെ കാണാം. നമോ ഹിമാലയ.